സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ടുവേർഡ്സ് എ 100-fold yield എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ എന്താണെന്നാണ്. ബാക്കി മറ്റേ ലെയറിംഗ് പഠിച്ചു. ഓക്കെ, ഇന്ന് നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പഠിക്കാം. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത മറ്റേ പ്ലാന്റിൽ തന്നെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്ന പുതിയ കമ്പ് കൊണ്ട് ഒട്ടിച്ചിട്ട് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞത് പഠിച്ചത്. ഇത് നമ്മൾ സീഡ് ഉണ്ടാക്കാൻ പോവാ. ഓക്കെ, അപ്പൊ സീഡ് എങ്ങനെയാ നമ്മൾ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ആദ്യം പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, പോളിനേഷൻ. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ് പോളിനേഷൻ എന്താണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, പോളിനേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ പാർട്ട്, ഫ്ലവറിന്റെ മെയിൽ പാർട്ട് ഏതാ? ആന്തറാണ്. ഓക്കെ, ഈ ആന്തറിലുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് അതാണ് എന്ത്? പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. ഓക്കെ, സ്റ്റിഗ്മയിൽ വന്ന് വീഴുമ്പോഴാണ് എന്തുണ്ടാവുക? അവിടെ സീഡ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ സീഡ് ഉണ്ടാക്കുന്ന രീതിയുടെ പേരാണ് എന്ത്? പോളിനേഷൻ നോർമലി, അതായത് നേച്ചറിൽ തന്നെ നടക്കും. എങ്ങനെ? അതിൻ്റെ ഏജന്റുകൾ ഏതൊക്കെയാ? നമ്മുടെ വിൻഡ്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ, ബീ, വാട്ടർ, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഏജൻസ് ആണ്. എന്ത്? പോളിനേഷൻ ചെയ്യാനുള്ള. അപ്പോൾ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യലി മനുഷ്യൻ തന്നെ പോളിനേഷൻ ചെയ്യിപ്പിക്കും ഫ്ലവേഴ്സിനെ. അതാണ് എന്ത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഓക്കെ, ഇപ്പം നാച്ചുറലി ഇങ്ങനെ പോളിനേഷൻ നടക്കും. നമ്മളിങ്ങനെ എന്താണ്, ഇപ്പോൾ താമര, വെള്ളത്തിൽ നിൽക്കുന്ന താമര ആണെങ്കിൽ എന്താ, ഈ താമരയുടെ പോളൻ കാറ്റത്ത് വെള്ളത്തിലേക്ക് വീഴും. വെള്ളം ഇങ്ങനെ ഒഴുകി അടുത്ത് അവിടെ നിൽക്കുന്ന താമരയിൽ പോയി എത്തും. അങ്ങനെ അവിടെ സീഡുണ്ട്. ലൈക്ക് അങ്ങനെ നേച്ചർ തന്നെ ഇത് നടത്തുന്നുണ്ട്. അതല്ലാതെ മനുഷ്യൻ തന്നെ ഇതിനിങ്ങനെ ഫ്ലവറിനെ എടുത്തിട്ട് അതിന്റെ പോളൻ കൊണ്ട് വേറൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ട് ഇടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ നേച്ചർ തന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മളായിട്ട് എന്തിനാണ് ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത്? ഓക്കെ, അതായത് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? മുളക് ചെടിയുണ്ട്, പച്ചമുളകിന്റെ ചെടിയുണ്ട്. പച്ചമുളക്, അപ്പം അപ്പുറത്തെ വീട്ടിൽ കാന്താരി മുളകിന്റെ ചെടിയും ഉണ്ട്. ഓക്കെ, ഇപ്പൊ പച്ചമുളക് നമ്മുടെ വീട്ടിലുള്ളതിന് നീളമുണ്ട്, പച്ചമുളകിന് നീളമുണ്ട്. കാന്താരി അപ്പുറത്തെ വീട്ടിലെ കാന്താരിക്കാണെങ്കിലോ നീളമില്ല, കുഞ്ഞതാണ്. ഓക്കെ, കുഞ്ഞു സാധനം ഒത്തിരി വരും. ഒരു പ്ലാന്റിൽ നിറച്ച് കാന്താരി വരും. പക്ഷെ പച്ചമുളക് അങ്ങനെ നിറച്ചൊന്നും ഉണ്ടാവില്ല, നീളം ഉണ്ടാവും. അതുപോലെ തന്നെ കാന്താരിക്ക് പല പല കളർ ഉണ്ടാവും അല്ലെ? മഞ്ഞ വരും, പച്ച വരും, റെഡ് വരും, ഓറഞ്ച് വരും, അങ്ങനെ പല പല കളർ ഉണ്ടാവും. പിന്നെ ഭയങ്കര നല്ല എരിവുണ്ടാവും. അതായത് ഇപ്പൊ കറിക്ക് നമ്മൾ 3 പച്ചമുളക് ഇടുവാണെങ്കിൽ, കാന്താരി ഇടുവാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, അല്ല, ഒന്നൊക്കെ മതി. 3 ഇടുന്ന സമയത്ത് 1 ഇട്ടാൽ മതി, നല്ല എരിവുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് നല്ല എരിവുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മുളക് ചെടി വേണം, നീളമുള്ള. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ, അതായത് നേച്ചർ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? സെയിം ആയിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ കാന്താരി ഇതേപോലെ തന്നെ കാന്താരിയെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് വേറെ ഇത്തിരി കൂടെ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണമെങ്കിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോർമലി ഇപ്പോൾ ഇത് ചെമ്പരത്തി മരമാണ്. ഇതിന്റെ ആന്തറിൽ എന്തുണ്ട്? പോളനുണ്ട്. ഇതേ ചെമ്പരത്തി മരത്തിലുള്ള വേറൊരു ഇതിലും പോളനുണ്ട്. കാറ്റടിച്ചു. ഓക്കെ, മഴ പെയ്യാൻ പോവാണേ. അപ്പൊ കാറ്റൊക്കെ വന്നപ്പോഴത്തേക്കിനും എന്ത് പറ്റി? ഇവിടെയുള്ള പോളൻ തന്നെ വന്നിട്ട് ഇവിടെ വീണിട്ട് ഇതിന്റെ സ്റ്റിഗ്മ ഫീമെയിൽ പാർട്ടിൽ വന്ന് അവിടെ സീഡുണ്ടായി. ഓക്കെ, അത് സ്റ്റേജ് 1ാമത്തെ ടൈപ്പ്. നമ്മൾ 2ാമത്തെ ടൈപ്പ് പറയുന്നത്, ഇതിന് പറയുന്നതാണ് സെൽഫ് പോളിനേഷൻ. അതായത് ഈ പ്ലാന്റ് സെൽഫായിട്ട് തന്നെ പോളിനേഷൻ നടത്തി, സെൽഫ് പോളിനേഷൻ. ഇനി ഇവിടെ 2ാമത്തെ ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് അപ്പുറത്തെ വീടാണ് കേട്ടോ, നമ്മുടെ കാന്താരിയുള്ള വീട്. ആ വീട്ടിൽ എന്തുണ്ട്? വേറൊരു ചെമ്പരത്തി മരമുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ചെമ്പരത്തി തന്നെയാണ്, സെയിം ചെമ്പരത്തിയാണ്. ഓക്കെ, ഇവിടെയും 2-3 ചെമ്പരത്തിയൊക്കെ ഉണ്ട്. ഇവിടെ കാറ്റടിച്ചപ്പോൾ എന്താ പറ്റിയെന്ന് അറിയാവോ? സെയിം ഇവിടെയും പോളിനേഷൻ നടന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ഒരു ബട്ടർഫ്ലൈ തന്നെ തേൻ കുടിച്ചിട്ട് അപ്പുറത്തോട്ട് വന്ന വഴിക്ക് അവിടെയും ചെമ്പരത്തി മരം കണ്ടു. അങ്ങനെ അതിൻ്റെ അകത്തും കയറിയിരുന്നു, അവിടെയും തേൻ കുടിച്ചു. അപ്പോൾ എന്താ പറ്റി? ഇവിടെ ഉണ്ടായിരുന്ന ഈ പോളൻ ബട്ടർഫ്ലൈയുടെ കാലിൽ പറ്റിയിരിപ്പുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വന്ന് അത് ഇരുന്ന് തേൻ കുടിച്ചപ്പം അതറിയാതെ അവിടെ വന്ന് സ്പ്രെഡായി. അങ്ങനെ അവിടുന്ന് അത് പതിയെ വന്ന് നമ്മുടെ സ്റ്റിഗ്മയിൽ വന്ന് വീണു. ഓക്കെ, അങ്ങനെ അവിടെ ഒരു സീഡ് ഉണ്ടായി. ഇപ്പൊ ചെമ്പരത്തി എങ്ങനെ ഉണ്ടായി? ഇവിടുന്ന്, അതായത് നമ്മുടെ 1ാമത്തെ ചെടിയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെത്തി
ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇത് വേറെയാണ്. ഇത് നമ്മുടെ സെൽഫ് പോളിനേഷൻ അല്ല, ഒരു ചെടിയിൽ നിന്ന് വേറൊരു ചെടിയിലേക്ക് പോയി, അതാണ് ക്രോസ് പോളിനേഷൻ. സെയിം ചെടി തന്നെ നിൽക്കുന്നതിനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും പഠിച്ചു. ഇതല്ലാതെ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ ഓക്കെ, ഇതാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഓക്കെ, ഇതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് 2 പൂക്കളാണ്. ഓക്കെ, നമുക്കിപ്പോൾ ലില്ലി പൂവ് എടുക്കാം. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ എടുക്കുന്ന പൂവിന് എന്താ ഇതളുകൾ, പെറ്റൽസിനൊക്കെ വലിയ ഷേപ്പ് ഒന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേപ്പൊക്കെ പോയ പൂക്കളാണ് ഇരിക്കുന്നത്, വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത പൂവാണ്, പക്ഷെ നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒട്ടും സ്മെല്ലില്ല, ഒരു സ്മെല്ലും ഇല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഷേപ്പൊക്കെ കണ്ടോ, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത്. കാണുമ്പോൾ അങ്ങനെ എടുക്കാൻ തോന്നും. പക്ഷെ മറ്റേത് അങ്ങനെ അല്ല, പക്ഷെ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ട്. നമുക്ക് എന്ത് വേണം? നല്ല സ്മെല്ലുള്ള, നല്ല ഭംഗിയുള്ള ഒരു ലില്ലിപ്പൂ വേണം. അപ്പൊ നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇപ്പൊ നോക്കാൻ വന്നേ. ഓക്കെ, അതിന് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, റിമൂവ് സ്റ്റേമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യാൻ പോകുന്ന ഫ്ലവറിന്റെ എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റേമൻ, അതായത് ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ സ്റ്റേമൻസ് എന്ന് പറയുന്നത്. സ്റ്റേമൻ എന്ന് പറയുന്നത് പൂമ്പൊടി ഉണ്ടാവുന്ന സ്ഥലം, ആ ഒരു സ്ഥലം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേമൻ നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും? ആ പൂവ് സെൽഫായിട്ട് തന്നെ വേറെ അതായത് അതിന്റെ പോളൻ അതിലേക്ക് തന്നെ വീണിട്ട് ഉണ്ടാവും സീഡ്. അങ്ങനെ ഉണ്ടാവുന്ന പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്താൽ പിന്നെ ഉണ്ടാവൂലല്ലോ. ഓക്കെ, അപ്പൊ ഇനി ആ പൂവ് അത് തന്നെ ആയിട്ട് റീപ്രൊഡക്ഷൻ നടക്കത്തില്ല. ഇനി നമ്മൾ വേറെ കൊണ്ട് വെച്ചാലേ നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് റിമൂവ് ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ദ ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെന്റ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫോളിങ് ഓൺ ഇറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അതിനെ വേറെ പൂമ്പൊടി കാറ്റത്ത് വന്ന് വീഴാണ്ടിരിക്കാനായിട്ട് കെട്ടിവെച്ചു. മറ്റേ നമ്മൾ ചെമ്പരത്തിയുടെ കഥ പറഞ്ഞ പോലെ ഇപ്പുറത്തുനിന്ന് പൂമ്പാറ്റ തേൻ കുടിച്ചിട്ട് അപ്പുറത്ത് പോയി ഇരിക്കുമ്പോൾ പോളൻ വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ കെട്ടിവെച്ചു. ഇനി വേറെ ഒരു സാധനത്തിനും അതിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അതിനെ കെട്ടിവെച്ചു. നമ്മളാണ് അതിനെ പോളിനേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു പാട്ടും കൂടെ ഇല്ല. അതിലിനി നമ്മൾ മെയിൽ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ, മറ്റേതുണ്ട്. ഓക്കെ, അതില്ലെങ്കിൽ നമുക്ക് പറ്റൂലല്ലോ, അതിലേക്കാണല്ലോ നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാൻ പോവാം. Pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. അതായത് സെയിം സ്പീഷീസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുത്ത 2 എണ്ണമാണല്ലോ, അതായത് സ്മെല്ലുള്ളതും സ്മെല്ലില്ലാത്തതും. പക്ഷെ ഷേപ്പ് ഉണ്ട്, മറ്റേതിന് ഷേപ്പില്ല. അങ്ങനെ നമ്മൾ സെയിം സ്പീഷീസിലുള്ള 2 എണ്ണമാണ് ചൂസ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് സ്മെല്ലുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്മെല്ലില്ലാത്ത ഷേപ്പുള്ള ആ ഒരു പാർട്ടിലേക്ക് എന്ത് കൊണ്ടുപോയി ഇടണം? സ്മെല്ലുള്ളതിന്റെ ഈ പോളൻ കളക്ട് ചെയ്യണം ഒരു ബ്രഷിൽ. ഒന്നുകൂടെ നമുക്ക് പറയാം. അതായത് ഇതാണ് നമ്മൾ എടുത്ത എന്ത് ഷേപ്പ് ഇല്ലാത്ത പക്ഷെ നല്ല സ്മെല്ലുള്ള സാധനം. ഇതാണ് നമുക്ക് ഷേപ്പ് ഉള്ളത്. ഇതിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കൊണ്ടിടേണ്ടത്, സ്മെല്ല് വരുത്തേണ്ടത്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോളൻ എടുത്തോണ്ട് വന്ന് ഇതിലേക്ക് വെക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ കെട്ടി വെച്ചേക്കുന്ന ആ ഒരു ഫ്ലവർ. ഓക്കെ, ഈ ഒരു കെട്ടി വെച്ചേക്കുന്ന ഫ്ലവർ ആണ് ഇത്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഇവിടുന്നാണ് എന്ത് കളക്ട് ചെയ്യാൻ പോകുന്നത്? പോളൻ കളക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ബ്രഷിലാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. Pollen grains thus collected are deposited on the stigma of the flower which is to be pollinated artificially. Stigma എന്തായിരുന്നു? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത ഈ ബ്രഷിൽ കളക്ട് ചെയ്ത പോളൻ കൊണ്ടുവച്ചു, അവിടുത്തെ സ്റ്റിഗ്മയിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കാം. ദ ഫ്ലവർ ഇസ് റാപ്ഡ് അഗെയിൻ ടു പ്രിവെന്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. ഓക്കെ, വീണ്ടും നമ്മൾ ഇത് അഴിച്ചിട്ട് ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ട് അപ്പം തന്നെ നമ്മൾ കെട്ടിയും വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? പിന്നെയും കാറ്റടിച്ച് വരും. അല്ലെങ്കിൽ വല്ല പൂവാണ്, ഡെഫിനറ്റ്ലി ബട്ടർഫ്ലൈ വരും, ബീ വരും. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും കെട്ടിവെച്ചു. സ്വാഭാവികം. ഓക്കെ, അപ്പം ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ സാധനം വിത്ത് അതിലുണ്ടാവും. അപ്പം നമ്മൾ കൊണ്ടുപോയി ഈ പോളൻ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അതിൽ സീഡ് ഉണ്ടായി വരും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഹൈബ്രിഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സീഡ്, നല്ല സ്മെല്ലുള്ള ഷേപ്പുള്ള സീഡ് കിട്ടും. ഇനി അത് കൊണ്ടുവച്ച് നമുക്ക് അടുത്ത പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റെപ്സ്. നമുക്ക് മനസ്സിലായി ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താണ്. ഇനി അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഒരു ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള സീഡ് ഉണ്ടാക്കുക. എങ്ങനെ? അഫ്കോഴ്സ്
തന്നെ ഉണ്ടാവുന്ന നേച്ചർ ഉണ്ടാക്കുന്ന സാധനം ഹൈബ്രിഡൈസ്ഡ് അല്ല. അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ഇപ്പം പറഞ്ഞ പോലെ ഈ സ്റ്റെപ്സ് ഒക്കെ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സീഡിനെയാണ് ഹൈബ്രിഡൈസ്ഡ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ സെറ്റ്. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആയിട്ടുള്ള സ്പെഷീസിൻ്റെ പേര് പഠിക്കണം. ഓക്കെ, അതായത് കുറച്ച് പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡൈസ്ഡ് സീഡ്സിൻ്റെ പേര് പഠിക്കണം. ഓക്കെ, അതാണ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 5 എണ്ണത്തിൻ്റെ പേര് പഠിക്കാനുണ്ട്. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നും, ചിരിയൊക്കെ വരും. ഓക്കെ, സ്വാഭാവികം. നമുക്ക് നോക്കാം. ചില്ലി, ആദ്യം നമുക്ക് ചില്ലിയാണ്. ഓക്കെ, മുളകിൻ്റെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ഉജ്ജ്വല ജ്വാലാമുഖി. നല്ല പേരല്ലേ? ജ്വാലാമുഖി. ഉജ്ജ്വല ജ്വാലാമുഖി. രണ്ടാമത്തത് പി. പി എന്താ? മറ്റേ പയറ്. ജ്യോതിക ഭാഗ്യലക്ഷ്മി. സൂര്യയുടെ ഭാര്യ ജ്യോതികല്ല കേട്ടോ, ജ്യോതിക ഭാഗ്യലക്ഷ്മി. ഓക്കെ, മൂന്നാമത്തെ പാടി, മറ്റേ നെല്ല്. നെല്ലിനെന്താ? പവിത്ര അന്നപൂർണ. പി പി. പി പി. ഇതിനകത്തുണ്ടല്ലോ മറ്റേ അരിന്റെ പേര് പവിത്രം റൈസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ സാധനം. പിന്നെ അന്നപൂർണ, അന്നം അരിയാണല്ലോ. ഓക്കെ, പാടി. ഓക്കെ, ഇനി നാലാമത്തെ കോക്കനട്ട്, തേങ്ങ. അത് തന്നെ, 2 സി ഉണ്ട്. 2 സി ആണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. കൊള്ളാല്ലേ? ചന്ദ്ര കോക്കനട്ട് ആണ്. ഇപ്പൊ സി കോക്കനട്ട്, ചന്ദ്ര കോക്കനട്ട്, വീണ്ടും ചന്ദ്രശങ്കര. ഇപ്പൊ സി ആണ് കോക്കനട്ട്. സിമ്പിൾ ആണ്. ഇനി 4 ലേഡീസ് ഫിംഗർ. എന്ത്? വെണ്ടയ്ക്ക. അതെന്താ നോക്കാം. അത് സൽകീർത്തി കിരൺ. ഉണ്ട്. ഓക്കെ, സൽകീർത്തി കിരൺ. കീർത്തി കിരൺ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. ചില്ലിന്റെ എന്തായിരുന്നു? ഉജ്ജ്വല ജ്വാലാമുഖി. 2 ജ്വാലയാ. ഓക്കെ, സിമ്പിളാണ്. ഇതിനകത്ത് കോഡൊക്കെ ഉണ്ട്. ചില്ലിന്റെ ഉജ്ജ്വല ജ്വാലാമുഖി. എല്ല് വരുന്ന ചില്ലിയുടെ മറ്റേ ജ്വാല, 2ലും ജ്വാല ഉണ്ടല്ലോ. ഓക്കെ, പി. കഴിച്ചു കഴിയുമ്പോഴേക്കും നല്ല ജ്വാലയായിരിക്കും. ഓക്കെ, ഇനി പിന്റെ എന്താ? ജ്യോതിക ഭാഗ്യലക്ഷ്മി. 2 ലേഡീസിന്റെ പേരാണ്. ഇനി പാടി, നെല്ല്. നെല്ലിന്റെ എന്താ? പവിത്ര അന്നപൂർണ. ഇനി കോക്കനട്ട്, അത് സിമ്പിളാണ്. സി. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. കൊള്ളാം. ലേഡീസ് ഫിംഗർ, അത് സൽകീർത്തി കിരൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസ്ഡ് സീഡ്സ് പഠിച്ചു. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നേ കേട്ടോ, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കും. ഓക്കെ, ഇനി മെയിൻ സാധനം അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ്. നമ്മുടെ കേരളത്തിലുള്ള അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്താണ് കൃഷി റിസർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ പോയി ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇതെവിടെയാണെന്നറിയാമോ? മണ്ണുത്തി, തൃശ്ശൂരിലാണുള്ളത്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ കൃഷി മാത്രമല്ല കേട്ടോ, ഇവിടെ ക്രോപ്പ്, ആനിമൽസ്, ബേർഡ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള റിസർച്ചാണ് ഇവിടെ ചെയ്യുന്നത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ. അവിടെ നടത്തുന്ന റിസർച്ച് ഏതൊക്കെയാണ്? ക്രോപ്പ്, ആനിമൽസ്, ബേർഡ്സ്. ഇത് 3. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ കുഴിച്ചിടുന്ന സാധനങ്ങൾ, അതായത് മണ്ണിന്റെ അടിയിൽ വളരുന്ന മറ്റേ ടപ്പിയോക്ക, പിന്നെന്തുവാ സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ട്യൂബേഴ്സ് ആണ് ഇവിടെ റിസർച്ച് ചെയ്യുന്നത്. അതെവിടെയുള്ളത്? തിരുവനന്തപുരത്താണേ. ഓക്കെ, മൂന്നാമത്തേന്ന് പറയുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അത് കേരളത്തിലാണുള്ളത്. ഒരെണ്ണം ഉള്ളത് കേരളത്തിലാണ്, അഭിമാനമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതെന്തുവാ? അതെന്ന് പറയുന്നത് ഈ റബ്ബറിന്റെ തന്നെ പല പല വെറൈറ്റി ഉണ്ട്. കേരളത്തിലാണ് കൂടുതൽ റബ്ബർ ചെയ്യുന്നത്, നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഈ റബ്ബറിന്റെ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അതായത് പുതിയ 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 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഇതെവിടെയാണ് ഉള്ളത്? കോട്ടയം. ഓക്കെ, അതൊരു ഇന്ത്യൻ സാധനമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII, കോട്ടയത്താണ്. ഓക്കെ, ഇനി നാലാമത്തെ നമ്മൾ പഠിക്കുന്നതാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CPCRI. ഓക്കെ, ഇത് കാസർഗോഡാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റേ തേങ്ങ, അങ്ങനെ മണ്ടയ്ക്ക് ഉണ്ടാവുന്ന തേങ്ങ, അതുപോലെ വേറെന്തുവാ ഈ മറ്റേ പാക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒറ്റ തടിയിൽ പോയിട്ട്
ഉണ്ടാവുന്ന സാധനം ഈന്തപ്പഴം. ഇതൊക്കെ ഈന്തപ്പഴം കേരളത്തിലില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എക്സാമ്പിൾ അതന്നെ. ഒറ്റ തടിയിൽ പോയിട്ട് ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെയാണ് എവിടെ ഉണ്ടാവുന്നത്? ഈ കാസർഗോഡുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് CPCRIയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അത് അതിന് എക്സാമ്പിൾ പറയുന്നത് കോക്കനട്ട്, അരേക്കനട്ട്, കൊക്ക മറ്റേ സാധനം കൊക്കോ, അതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം മുതൽ നോക്കിക്കേ. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി പോളിനേഷൻ ചെയ്ത് ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ആ സീഡിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മൾ പോളിനേഷൻ്റെ തന്നെ സെൽഫ് പോളിനേഷൻ പഠിച്ചു, ക്രോസ് പോളിനേഷൻ പഠിച്ചു, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിച്ചത് എന്തുവാ? മറ്റേ ഹൈബ്രിഡൈസ്ഡ് സീഡിൻ്റെ സാധനങ്ങൾ പഠിച്ചു, മറ്റേ കുറേ പേരുകളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് പഠിച്ചു. ഈ മറ്റേ രണ്ട് സാധനങ്ങളും, അതായത് ഹൈബ്രിഡൈസ്ഡ് സീഡ്സും അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ,